ശ്രീ ജയചന്ദ്രൻ സാർ തന്നെ പറയുന്നത് അപകടകരമായ നിലയാണ്. ആരാണ് ദേവസ്വം ബോർഡിനെ ഈ അപകടകരമായ നിലയിൽ എത്തിച്ചത് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു പ്രശ്നം. എല്ലാവരും കൈ കഴുകുകയാണ്. ഇവിടെ പത്മകുമാർ പറയുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല, എൻ്റെ കാലത്ത് നടന്നിട്ടില്ല, എല്ലാം ദൈവഹിതത്തിനനുസരിച്ചാണ് ഞാൻ ചെയ്തത്. 2024 ശേഷം എല്ലാം ശുദ്ധമാണെന്ന് പറയുന്നു PS പ്രശാന്ത് എന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അല്ലെങ്കിൽ ദേവസ്വത്തിന് യാതൊരു പങ്കുമില്ല എന്ന് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതിനെല്ലാം വഴിത്തിരിവാകുന്നത് ഈ വിജിലൻസിന്റെ റിപ്പോർട്ടാണ്, അവരുടെ കണ്ടെത്തലുകളാണ്. അവർ കൃത്യമായി ചോദ്യം ചെയ്ത് ആളുകളിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങൾ അനുസരിച്ച് 25 പേജിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ രഞ്ജിത്ത്, ഇത് ഒരു ക്ലാസിക് തട്ടിപ്പ് എങ്ങനെയാണ് പുൾ ഓഫ് ചെയ്യുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് വിജിലൻസ് ഈ റിപ്പോർട്ട് വഴി നമ്മളെ തുറന്ന് കാണിക്കുന്നത്. അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, പല തസ്തികകളിലുള്ള പല സീനിയോറിറ്റി ലെവലിലുള്ള പല ആൾക്കാരുടെയും ഇടപെടലുകൾ ഏതൊക്കെ തരത്തിലായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ചെമ്പായി മാറുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദേവസ്വത്തിൻ്റെ ഉത്തരവിൽ പറയുന്നത് ഈ സ്വർണ്ണപ്പണി പോറ്റിയെ ഏൽപ്പിക്കുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ പാളികൾ ഇളക്കി പോറ്റിക്ക് കൈമാറുക എന്ന് സെക്രട്ടറി പേപ്പറിലേക്ക് എഴുതി ചേർത്ത് ഒരു ഉത്തരവുണ്ടാക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മഹസറും മറ്റും തയ്യാറാക്കുന്ന സ്ഥലത്ത് ആ സ്ഥലത്തെങ്ങും ഇല്ലാത്ത ആൾക്കാരെ സാക്ഷികളായിട്ട് പേരിൽ എഴുതി ചേർക്കുന്നു. സാക്ഷികളെന്ന് പേരുള്ള ചില ആൾക്കാരുടെ ഒപ്പ് അവിടെ ഇല്ലാതെയാകുന്നു. ഇതിൻ്റെ സ്വീകർത്താവായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എങ്കിലും അത് വാങ്ങി ഒപ്പിട്ടിരിക്കുന്നത് 2 ദിവസങ്ങളിലായിട്ട് അയാളുടെ 2 സുഹൃത്തുക്കളാണ്. അല്ലാതെ പോറ്റി ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഇനി കൊടുത്തുവിട്ട സാധനം എതിലേ പോയെന്നോ എന്തുകൊണ്ടാണത് 39 ദിവസം വൈകി മാത്രം ചെന്നൈയിൽ എത്തിയതെന്നോ ചോദിക്കാനായിട്ട് തിരുവാഭരണം കമ്മീഷണർ അടക്കം ആരും ഉണ്ടായില്ല. പിന്നെ നമുക്കറിയാം, ചെന്നൈയിൽ ചെന്ന് ഇതിൻ്റെ ഭാരം അളക്കുന്ന സമയത്ത് ഈ കമ്മീഷണർമാരും എല്ലാം വരുമ്പോൾ ശബരിമലയിൽ വെച്ച് അളന്നു തൂക്കിയതിനേക്കാൾ 4.5 കിലോ ഭാരം കുറവാണ് എന്ന് കണ്ടിട്ടും അതിലൊരു തരത്തിലുള്ള തീരുമാനവും എടുക്കുന്നില്ല, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുന്നില്ല. പണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് തൂക്കാനായിട്ട് വരുന്നു. അപ്പോൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വത്തിൻ്റെ ആൾക്കാരും സ്മിത്തും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. എന്നിട്ടും അതിൻ്റെ കസ്റ്റഡി പോറ്റിക്ക് തന്നെ കൊടുത്ത് പോറ്റിയുടെ സൗകര്യത്തിന് തിരിച്ച് സന്നിധാനത്ത് എത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കുന്നു. അയാൾ നാടൊട്ടുക്ക് പ്രദർശനം നടത്തുന്നു, ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നു. പക്ഷെ അത് വൈകിട്ട് ഈ സന്നിധാനത്ത് എത്തുന്ന സമയവും അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നില്ല. എന്നിട്ട് തിരികെ സന്നിധാനത്തെത്തി ഇതിനെ വീണ്ടും അവിടെ ഘടിപ്പിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭാരം അളന്ന് നോക്കുന്നില്ല, അത് മഹസറിൽ എഴുതുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ താങ്ങുപീഠം, ഈ സ്വർണം പൂശിയിരിക്കുന്ന താങ്ങുപീഠം സന്നിധാനത്ത് കൊണ്ടുവന്ന കാര്യത്തിനെക്കുറിച്ചോ പഴയത് ഇളക്കി പുതിയത് വെച്ചു നോക്കിയതിനെക്കുറിച്ചോ അത് പാകമല്ലെന്ന് കണ്ടതിന് ശേഷം അതിനെ ഇളക്കിയിട്ട് ഈ കൊണ്ടുവന്ന പോറ്റിക്ക് തന്നെ അത് കൊടുത്തുവിട്ടതിനെക്കുറിച്ചോ അവിടുത്തെ രേഖകളിലില്ല. എന്ന് വെച്ചാൽ എന്തിനാണോ മഹസർ, രജിസ്റ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിൽ എന്തൊക്കെയാണോ ആരൊക്കെയാണോ രേഖപ്പെടുത്തേണ്ടത്, ഈ കാര്യങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഉദ്യോഗസ്ഥനല്ല ഇത് ചെയ്യുന്നത്, പല സീനിയോറിറ്റിയിലുള്ള പല തസ്തികകളിലുള്ള പല ഉദ്യോഗസ്ഥരാണ്. എന്ന് വെച്ചാൽ ഈ സ്വർണ്ണക്കടത്ത് അവിടെ തടയുന്നതിന് വേണ്ടി ഗേറ്റ് കീപ്പർമാരായിട്ട്, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ദ്വാരപാലകരായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ദേവസ്വത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ തട്ടിപ്പിനെല്ലാം തന്നെ കുടപിടിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടെ ഒരാളുമല്ലാത്ത, ഒരു പ്രത്യേകിച്ചൊരു സ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരു വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടി 2019 6 വർഷം കഴിഞ്ഞ് ദേവസ്വം മന്ത്രി മാറി, ദേവസ്വം അധ്യക്ഷൻ മാറി, ദേവസ്വം ബോർഡ് മെമ്പർമാർ മാറി, അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷ ഉദ്യോഗസ്ഥന്മാർ മാറി. എന്നിട്ടും 6 വർഷം കഴിഞ്ഞ് ഇതേ പോറ്റിക്ക് തന്നെ ഈ ഉരുപ്പടിയെല്ലാം വീണ്ടും ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനിച്ചെങ്കിൽ അത് കാണിക്കുന്നത് ഇത് വളരെ കൂട്ടായിട്ടുള്ള ഒരു ക്ലാസിക് കേസ് ഓഫ് തട്ടിപ്പാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത് നടക്കുമോ എന്നുള്ള ഒരു ആശ്ചര്യം ഈ വിജിലൻസ് പ്രകടിപ്പിക്കുന്നത്. വിജിലൻസ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥർ അവരുടെ മാത്രം താല്പര്യപ്രകാരമാണ് ഇപ്രകാരം ചെയ്തതെന്നും കരുതാൻ കഴിയില്ല. ഇതിന് 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാനിടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണ്, തുടർ നടപടി വേണ്ടതാണ്. ഇത്രയും വളരെ ഡയറക്റ്റായിട്ട് ദേവസ്വത്തിന്റെ വിജിലൻസ് എഴുതിയിട്ടും 10-ാം തീയതി കോടതി ഇതിന് സമാനമായിട്ടുള്ള ഒബ്സർവേഷൻ ഒരു വിധിന്യായത്തിൽ എഴുതിയിട്ടും പിന്നെയും എങ്ങനെയാണ് ശ്രീ എ പത്മകുമാറിനും ദേവസ്വം മന്ത്രിമാർക്കും ഒക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള ഒളിപ്പുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിലെത്തി ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം തടയുന്നതിനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് ഈ ഉദ്യോഗസ്ഥർ. എന്താണ് തിരുവാഭരണം കമ്മീഷണറുടെ ജോലി? എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി? അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ ജോലി എന്താണ്? സെക്രട്ടറിയുടെ ജോലി എന്താണ്? ബോർഡിന്റെ ഉത്തരവാദിത്വം എന്താണ്?
ഒരു സ്മിത്ത് ചെയ്യേണ്ടത് എന്താണ്? ഈ കാര്യങ്ങളൊന്നും തന്നെ അവർ കൃത്യമായി ചെയ്യാതെ എല്ലാവരും, ഒരാൾ പോലും ഇതിനെതിരെ നിന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി സഹകരിച്ചു പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ കേവലം ഉദ്യോഗസ്ഥർ മാത്രം സ്വന്തം താല്പര്യപ്രകാരം വിചാരിച്ചാൽ അത് നടക്കുമോ? നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള ആൾക്കാരെ ഒരേപോലെ സ്വാധീനിക്കുന്നതിനുള്ള എന്തോ ഒരു മാജിക് യന്ത്രം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്ന് നമ്മൾ കരുതണം. 2019 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും വേറെയാണ്, ഇന്നുള്ള ആൾക്കാരും വേറെയാണ്. എന്നിട്ടും ഇതേ പോറ്റിക്ക് തന്നെ ഈ ഉരുപ്പടിയെല്ലാം കൊടുത്തുവിടാനല്ലേ പ്രശാന്തിന്റെ കാലത്തും തീരുമാനിച്ചത്? അപ്പൊ പത്മകുമാറിന്റെ കാലത്ത് എല്ലാം സംശുദ്ധമായി എന്ന് പറയുകയും, അല്ലെങ്കിൽ പത്മകുമാറിന് ശേഷം ഇതെല്ലാം സംശുദ്ധമാണ് എന്ന് പ്രശാന്ത് പറയുകയും ഒക്കെ ചെയ്താൽ ഇതിൽ ഒരാൾക്കും വിശ്വാസ്യതയില്ല. ഞാൻ പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കിടന്ന് വിരകുന്ന സമയം ഏതാണ്? 2019 ആരൊക്കെയാണ് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷന്മാരായിരുന്നത്? എ പത്മകുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശേഷം എൻ വാസു ഉണ്ടായിരുന്നു. ഈ സ്വർണം അവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അതിൽ നിന്ന് ഏതാണ്ട് 400 ഗ്രാം സ്വർണം മാത്രം ഈ പാളികളിൽ പൂശി ബാക്കി വന്ന ഏതാണ്ട് 60 പവനോളം സ്വർണം ഈ പോറ്റിയുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്താണ് അന്ന് അധ്യക്ഷനായിരുന്ന എൻ വാസുവിന് ഈ പോറ്റി ഇമെയിൽ അയക്കുന്നത്. ആ ഇമെയിലിൽ പോറ്റി പറയുന്നത് എന്താണ്? ഈ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം ബാക്കിയുണ്ടെന്നാണ്. കുറച്ച് സ്വർണം എന്ന് പറയുന്നത് 1 ഗ്രാം സ്വർണമാണോ 10 ഗ്രാം സ്വർണമാണോ 10 പവൻ സ്വർണമാണോ എന്ന് പോലും പറയുന്നില്ല. എത്രയാണ് അതിന്റെ അളവ് എന്ന് തിരിച്ച് ചോദിക്കുന്ന പോലുമില്ല. എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ഞാനതൊരു കല്യാണം നടത്തിയേക്കട്ടെ എന്നങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ അതിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടറി മുതലുള്ള ആൾക്കാരെ ചുമതലപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡിന്റെ സ്വത്തായതുകൊണ്ടല്ല അയാൾ കത്തയച്ച് ചോദിക്കുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ല, ഈ പോറ്റിയുടെ സ്വന്തം സ്വത്താണെന്നാണ് ഇപ്പോൾ എൻ വാസു പറയുന്നത്. അപ്പോൾ പോറ്റിയുടെ സ്വന്തം സ്വത്താണെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനോടാണോ ചോദിക്കുന്നത്? ഉടനെ അതിൽ എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് ദേവസ്വം സെക്രട്ടറിയാണോ തീരുമാനിക്കാനായിട്ട് ചുമതലപ്പെടുത്തുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നെ ഇപ്പോ പ്രശാന്ത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഇതേ ആളിന് തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ പരിപാടി ഏൽപ്പിച്ചത് എങ്കിൽ അതിനർത്ഥം ഇവരെല്ലാവരും തന്നെ ഒരേ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ വി എൻ വാസവനായിക്കോട്ടെ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ പറഞ്ഞിരുന്നത് എന്താ? ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്ന ആളാണോ ഈ പ്രശാന്ത്? കാരണം ഈ ഉരുപ്പടിയെല്ലാം പുതുതായിട്ട് എടുത്തിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുവരാൻ തീരുമാനിച്ചത് പ്രശാന്ത് അല്ലേ? അപ്പോൾ പ്രശാന്താണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്ന് ആഗോള അയ്യപ്പ സംഗമത്തിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്? എന്ത് വാദമാണ്! അപ്പൊ ഈ കള്ളന് കഞ്ഞി വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഇപ്പോഴും ഈ സംവിധാനത്തിൽ ഇരിക്കുകയും ഭക്തരുടെ താല്പര്യങ്ങളെ അവർ പ്രതിനിധാനം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് കള്ളന് കഞ്ഞി വെച്ചവരുടെ മാത്രമായിട്ടുള്ള ഒരു ആഗോള സംഗമം നടത്തുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വഴി യാഥാർത്ഥ്യമാക്കുന്നത്. ആ ആഗോള സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ് അതായത് ഈ പ്രശാന്ത് ഇന്ന് അവതാരങ്ങളെ കുറിച്ച് ഒന്ന് സംസാരിച്ചിരുന്നു. ദേവസ്വം ബോർഡിൽ അവതാരങ്ങൾ ഉണ്ടെന്നും തൻ്റെ കാലഘട്ടത്തിന് ശേഷം ഈ അവതാരങ്ങളെയൊക്കെ താൻ അകറ്റി നിർത്തിയെന്നുമാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്തപ്പോൾ ആദ്യം പറഞ്ഞത് അവതാരങ്ങളെ പൂർണ്ണമായും മാറ്റുമെന്നാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പൻ്റെ അടുത്ത് പോലും ദേവസ്വം ബോർഡിൽ പോലും ഇങ്ങനെ അവതാരങ്ങൾ വിലസുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു ഗതികേടാണ് എന്നതുകൂടി പറയുകയാണ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാക്കുകൾ. അതിലേക്ക് ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ, അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടും അല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പി ആർ ഒയെ തന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത്. അന്ന് നിങ്ങളൊന്നും പറഞ്ഞിട്ടല്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക്, എന്തെങ്കിലും കുഴപ്പം വന്നാൽ അയ്യോ ബോർഡ് സംശയത്തിനില്ല അതെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ ബോർഡ് വരെയുള്ളത്, നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പ്രകാരമല്ലേ ആ ടീം വരട്ടെന്ന് അന്വേഷിക്കേണ്ടതേ. അതിനെന്താ കുഴപ്പം? ഈ ഉദ്യോഗസ്ഥന്റെ മൊഴി കൊടുക്കട്ടെ. ശ്രീ ജയചന്ദ്രൻ, ഇതാണ് കാരണം.